ഹലോ, ഞാൻ CA അരവിന്ദ് VS, ടാക്സേഷൻ ഫാക്കൽറ്റിയാണ്. ഈ വരുന്ന ജൂൺ 2026 CMA ഇൻ്റർമീഡിയറ്റ് എക്സാമിനേഷൻ ആപ്ലിക്കബിൾ ആവുന്ന ഇൻഡയറക്റ്റ് ടാക്സേഷനിൽ വരുന്ന അമെൻമെൻറ്റ്സ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ ഡിസ്കഷന് വേണ്ടിയിട്ട് വി ആർ യൂസിങ് ദി സപ്ലിമെൻ്ററി സ്റ്റഡി മെറ്റീരിയൽ പബ്ലിഷ്ഡ് ബൈ ICMAI ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റിനകത്ത് ഈ മെറ്റീരിയൽ നിലവിൽ നമുക്ക് അവൈലബിൾ ആണ്. സോ നമുക്ക് കുറേ അമെൻമെൻറ്റ്സ് ഉണ്ട്. പക്ഷേ ഇതിലെ കൊടുത്തിരിക്കുന്ന പല അമെൻമെൻറ്റ്സും ഒരു എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഇതിൽ നിന്ന് തന്നെ വളരെ പ്രധാനപ്പെട്ട അമെൻമെൻറ്റ്സ് ആണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഓർഡറിൽ തന്നെ നമുക്കത് പറഞ്ഞു പോകാം. അപ്പോൾ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ മെറ്റീരിയൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനതിനകത്ത് നമുക്കൊരു ഓർഡർ വൈസ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഓർഡറിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള കാര്യങ്ങളിലൊക്കെ പലതും ഈ ഡെഫിനിഷൻസിലൊക്കെ വന്നിരിക്കുന്ന ചേഞ്ചസ് ഒക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്. അതൊന്നും നമുക്കൊരു എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് അല്ല. എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മളിപ്പോൾ ഡിസ്കസും ചെയ്യും. ഓക്കെ, പ്രധാനപ്പെട്ട ഒരു മാറ്റം വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലാസ്സിൽ അത് ഓൾറെഡി പഠിക്കുന്ന സമയത്ത് തന്നെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളൊരു കാര്യമാണ് ടൈം ഓഫ് സപ്ലൈ. ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് സെക്ഷൻ 12 ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ഡിറ്റർമിനേഷൻ സെക്ഷൻ 13 ആണ്. ഇതിലെ 12 സബ്സെക്ഷൻ 4 അതുപോലെ തന്നെ 13 സബ്സെക്ഷൻ 4. 12 സബ്സെക്ഷൻ 4 ഡിറ്റർമിനേഷൻ ഓഫ് ടൈം ഓഫ് സപ്ലൈ ഇൻ കേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ത്രൂ വൗച്ചേഴ്സ്. അതുപോലെ 13(4) ഡിറ്റർമിനേഷൻ ഓഫ് ടൈം ഓഫ് സപ്ലൈ ഇൻ കേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് ത്രൂ വൗച്ചേഴ്സ് വഴി ഗുഡ്സോ സർവീസസോ സപ്ലൈ ചെയ്യുന്ന സാഹചര്യത്തിൽ ഹൗ വിൽ യു ഡിറ്റർമൈൻ ടൈം ഓഫ് സപ്ലൈ എന്നുള്ളതായിരുന്നു ഈ 12(4)ഉം 13(4)ഉം പറഞ്ഞിരുന്നത്. നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞായിരുന്നു ഈ രണ്ട് സെക്ഷനും നിലവിൽ വിഡ്രോ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന വൗച്ചർ മുഖേനയാണെങ്കിലും അത് 12(2) പ്രകാരം ഡിറ്റർമിൻ ചെയ്യുക. വൗച്ചർ മുഖേന സർവീസ് വൗച്ചർ മുഖേനയാണെങ്കിൽ അത് 13(2) പ്രകാരം ഡിറ്റർമിൻ ചെയ്യുക. എന്തായിരുന്നാലും 12(4)ഉം 13(4)ഉം നിലവിൽ ഇല്ല. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ ഇനി ടൈം ഓഫ് സപ്ലൈ പഠിക്കുമ്പോൾ 12(4)ഉം 13(4)ഉം പഠിക്കേണ്ട. ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തും ഇത് രണ്ടും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട അമെൻമെൻറ്റ് വന്നിരിക്കുന്നത്, ഇപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്തു, 12(4) ആൻഡ് 13(4) ഡിലീറ്റ് ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട അമെൻമെൻറ്റ് വന്നത് ഈ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് സെക്ഷൻ 17(5). അപ്പോൾ നിങ്ങൾ നിർബന്ധമായും CMA ഇൻ്റർമീഡിയറ്റ് എക്സാമിനേഷന് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഉറപ്പായും GSTയിൽ പഠിച്ചിരിക്കേണ്ട ഒരു സെക്ഷനായിരുന്നു 17(5). ഞാനത് ഓൾറെഡി ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടാത്ത പർച്ചേസസുകൾ, ഗുഡ്സും ഉണ്ട് സർവീസസും ഉണ്ട്. അതിലൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു, പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയുന്ന ഒരു സംഭവം. നമ്മൾ പ്ലാന്റ് മെഷീനറിക്ക് വേണ്ടി വർക്ക് കോൺട്രാക്ട് സർവീസൊക്കെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് പോയിൻറ്റിനകത്ത്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു അമെൻമെൻറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. നോക്കൂ, സെക്ഷൻ 17(5)D ഈസ് അമെൻഡഡ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ വേർഡ് പ്ലാന്റ് ഓർ മെഷീനറി വിത്ത് ദി വേർഡ്സ് പ്ലാന്റ് ആൻഡ് മെഷീനറി. അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട എന്നുള്ള രീതിയിലാണ് പ്ലാന്റ് ഓർ മെഷീനറി എന്ന് പറയുന്നതും പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് വായിക്കുന്നതിലും. ഇപ്പോൾ നമ്മൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇത്ര പ്രശ്നം എന്ന് നമുക്ക് തോന്നും. പക്ഷേ അതിന് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാറുണ്ട്. വലിയ തലങ്ങളിലേക്ക് പോകുമ്പോൾ, പ്രാക്ടിക്കൽ സെൻസിലേക്ക് പോകുമ്പോൾ, കേസ് ലിറ്റിഗേഷൻസിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ വലിയ വിഷയങ്ങളിലേക്ക് പോകും. സോ പ്ലാന്റ് ഓർ മെഷീനറി എന്നത് മാറ്റി പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് തിരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീട് നമുക്ക് ചെറിയ കാര്യങ്ങളാണ്. ഒരു എക്സാമിനേഷനിൽ ഒരു ക്വസ്റ്റ്യനായി വരാൻ സാധ്യതയുള്ള കാര്യങ്ങളൊന്നും പിന്നെ അധികമായിട്ടില്ല. പിന്നെ നമുക്ക് വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം നെഗറ്റീവ് ലിസ്റ്റിനകത്താണ്. നമുക്കറിയാം, നെഗറ്റീവ് ലിസ്റ്റിനകത്ത് നമ്മൾ 10ഓളം പോയിൻറ്റുകൾ പഠിച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? ഷെഡ്യൂൾ 3. അപ്പോൾ അതിനകത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് എന്താണ്, ഒരു എംപ്ലോയി തൻ്റെ എംപ്ലോയർക്ക് ചെയ്തു കൊടുക്കുന്ന സർവീസസ് നെഗറ്റീവ് ലിസ്റ്റാണ്. സോ അതിൻ്റെ മേളിൽ GST വരില്ല. കോടതികൾ, ട്രൈബ്യൂണലുകൾ ചെയ്യുന്ന സേവനങ്ങൾ, ജനപ്രതിനിധികൾ, ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്ന ആൾക്കാർ, ഫ്യൂണറൽ, ക്രിമറ്റോറിയം, ആക്ഷനബിൾ സപ്ലൈ ഓഫ് ആക്ഷനബിൾ ക്ലെയിംസ് അതർ ദാൻ സ്പെസിഫൈഡ് ആക്ഷൻ, ഇങ്ങനെ നമ്മൾ കുറേ പോയിൻറ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ ഒരു അഡീഷൻ കൂടി വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം.
ഫോളോയിങ് എൻട്രി ഹാസ് ബീൻ ഇൻസേർട്ടഡ് ആസ് എൻട്രി 8AA. നോക്കൂ, സപ്ലൈ ഓഫ് ഗുഡ്സ് വെയർഹൗസ്ഡ് ഇൻ എ സ്പെഷ്യൽ എക്കണോമിക് സോൺ. നമ്മൾ വെയർഹൗസ്ഡ് ഗുഡ്സ്, കസ്റ്റംസ് വെയർഹൗസിലിരിക്കുന്ന ഗുഡ്സ് കസ്റ്റംസ് ക്ലിയറൻസിന് മുന്നേ അത് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് സപ്ലൈ ആയി കണക്കാക്കേണ്ട, അതിന് മേളിൽ GST വരില്ല എന്നൊരു പോയിന്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് സിമിലർ ആയിട്ടുള്ളൊരു പോയിന്റാണ്. സപ്ലൈ ഓഫ് ഗുഡ്സ് വെയർഹൗസ്ഡ് ഇൻ എ സ്പെഷ്യൽ എക്കണോമിക് സോൺ ഓർ ഇൻ എ ഫ്രീ ട്രേഡ് വെയർഹൗസിംഗ് സോൺ ടു എനി പേഴ്സൺ ബിഫോർ ക്ലിയറൻസ് ഫോർ എക്സ്പോർട്ട് ഓർ ടു ഡൊമസ്റ്റിക് താരിഫ് ഏരിയ. എഗെയിൻ ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ കസ്റ്റംസ് ക്ലിയറൻസ് തന്നെയാണ്. എക്സ്പോർട്ടിന് മുന്നേയോ അല്ലെങ്കിൽ ഇന്ത്യക്കകത്തേക്കോ തന്നെ കസ്റ്റംസ് ക്ലിയറൻസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ അതിനകത്ത് വെച്ച് എന്ത് ചെയ്യുകയാണ്, വിൽപ്പന നടക്കുകയാണെങ്കിൽ സപ്ലൈ ഹാപ്പൻ ഇൻസൈഡ് ദാറ്റ് സ്പെഷ്യൽ എക്കണോമിക് സോൺ വെയർഹൗസ് ഓർ ഫ്രീ ട്രേഡ് സോൺ വെയർഹൗസ്. അങ്ങനെയാണെങ്കിൽ അത്തരം സപ്ലൈകളെ നിങ്ങൾ എന്തായി കണക്കാക്കണ്ട, സപ്ലൈ ആയി കണക്കാക്കണ്ട. സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിന് മേളിൽ എന്ത് വരില്ല, GST ആപ്ലിക്കബിൾ ആകുന്നില്ല എന്നുള്ളതാണ്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിനേഷനിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം കൂടിയാണത്. പിന്നെ GST 2.0 നമ്മുടെ രാജ്യത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത്, അതായത് GSTയുടെ ഒരു അപ്ഗ്രേഡ്, ഒരു ഫേസ് ലിഫ്റ്റ് GSTയിൽ ഉണ്ടായിട്ടുണ്ട്. GSTയുടെ ഘടനയിൽ തന്നെ വലിയൊരു മാറ്റം കൊണ്ടുവന്നു. പ്രത്യേകിച്ച് GST നിരക്കുകളിലൊക്കെ ചേഞ്ചസ് കൊണ്ടുവന്നു. നിലവിൽ നമുക്കറിയാമായിരുന്നു, പഠിക്കുന്ന സമയത്ത് തന്നെ 0 മുതൽ 40% വരെയാണ് GSTയുടെ റേറ്റുകളെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ മുമ്പൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ 40% ഗുഡ്സോ 40% ആപ്ലിക്കബിൾ ആകുന്ന സർവീസസോ ഇല്ലായിരുന്നു. ഇപ്പോൾ ഗവൺമെൻറ് 28% പല ഗുഡ്സിനുകളെയും നേരെ 40% ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് പുതുതായി വന്ന ഫേസ് ലിഫ്റ്റ്. എന്ന് മാത്രമല്ല, പല റിലീഫ് മെഷേഴ്സ്, റേറ്റ് കൂടുമ്പോൾ അത് ജനങ്ങളിലേക്ക് നികുതി ഭാരം കൂടുന്നു. എന്നാൽ ഒരു റിലീഫ് എന്ന നിലയിൽ പല പ്രധാനപ്പെട്ട സർവീസുകളിൽ നിന്നും GST ഒഴിവാക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ലൈഫ് ഇൻഷുറൻസുകൾക്ക്, അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസുകൾക്കെല്ലാം തന്നെ GST ഒഴിവാക്കി. അതുപോലെ തന്നെ പല മരുന്നുകളുടെയും GSTയിൽ നിന്ന് ഒഴിവാക്കുകയോ GSTയുടെ റേറ്റ് കുറയ്ക്കുകയോ ഒക്കെ ചെയ്ത് കുറേ കൂടി ജനോപകാരപ്രദമായിട്ടുള്ള ഒരു ഫേസ് ലിഫ്റ്റാണ് GST 2.0ക്കകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ GST 2.0 ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട. ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആവുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരുമോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ GST രജിസ്ട്രേഷനൊക്കെ കുറേ കൂടി സിംപ്ലിഫൈ ആക്കിയിട്ടുണ്ട്. നമുക്കത് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും യു വിൽ അണ്ടർസ്റ്റാൻഡ്. നമുക്ക് നോക്കാം. പിന്നെ GST റേറ്റിൽ വന്നിരിക്കുന്ന വലിയൊരു വ്യത്യാസമുണ്ട്. ഈ ലോട്ടറിയുടെ വാല്യുവേഷൻ, ലോട്ടറിയിൽ നമ്മൾ വാല്യുവേഷൻ ചെയ്യുന്ന സമയത്ത് ഫേസ് വാല്യൂ, ലോട്ടറിയുടെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ വാല്യൂ നോട്ടിഫൈഡ് ഇൻ ദ ഗസറ്റ് വിച്ച് എവർ ഈസ് ഹയർ എടുക്കുമായിരുന്നു. അതേ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 128 ഉപയോഗിച്ചായിരുന്നു നമ്മൾ വാല്യുവേഷൻ ചെയ്തിരുന്നത്. ഇപ്പോൾ 128 മാറ്റി അതിന് പകരം എന്താക്കി, 140 ആക്കിയിട്ടുണ്ട്. അത് വാല്യുവേഷൻ പഠിച്ചു വന്നപ്പോഴത്തേക്ക്, പഠിച്ച ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, റൂൾ 31A2 അത് പറഞ്ഞിരുന്നത്. അതിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, എന്താണ് ഈ 140 എന്ന് ഉദ്ദേശിക്കുന്നത് 40% GST റേറ്റാണ്. അതായത് ലോട്ടറിയുടെ പ്രൈസിനുള്ളിൽ which is given as inclusive, lottery price given as inclusive of GST ആണ്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്, ഇപ്പോൾ 500 രൂപയാണ് ലോട്ടറി ടിക്കറ്റ് എങ്കിൽ ഇൻറ്റു 100, ഈ 500 രൂപയ്ക്കകത്ത് എന്തുള്ളതായിട്ടാണ് എടുക്കുക, GST ഉണ്ട്. അപ്പോൾ ഡിവൈഡഡ് ബൈ 140 ചെയ്താൽ അതിൻ്റെ അർത്ഥം 500 രൂപയ്ക്കകത്ത് 40% GST കൂടിയും ഉണ്ട്. ഇപ്പോൾ 140 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ വാല്യൂ കിട്ടുന്നു എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത് ഉള്ളതിൽ റൂളിൽ വന്നിരിക്കുന്ന ചേഞ്ച്, ഈ റൂളാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഈ 2 റൂളാണ് നിൽക്കട്ടെ. നമ്മളൊരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നില്ല. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസം നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ദർ ഇസ് എ നോട്ടിഫിക്കേഷൻ നമ്പർ 17/2025. അതെന്താണെന്ന് വെച്ചാൽ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെരി ഇമ്പോർട്ടൻ്റ്. ഇതെന്താണെന്ന് വെച്ചാൽ, റിവേഴ്സ് ചാർജ് മെക്കാനിസം ആപ്ലിക്കബിൾ ആകുന്ന കേസുകളൊക്കെ നമ്മൾ സെക്ഷൻ 9 നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ ചില സർവീസുകളുടെ കാര്യത്തിൽ, ചില നോട്ടിഫൈ ചെയ്യപ്പെട്ട സർവീസുകളുടെ കാര്യത്തിൽ GST ലൈബിലിറ്റി വരുന്നത് സപ്ലയർക്കോ റെസിപ്പിയൻറ്റിനോ ആയിരിക്കില്ല, മറിച്ച്
സപ്ലയറേയും റെസിപ്പിയൻറ്റിനെയും ബന്ധിപ്പിക്കുന്ന ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർക്കായിരിക്കും ലയബിലിറ്റി വരിക എന്ന് 9(5) നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ സർവീസസ്, പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ ത്രൂ ഓംനി ബസ്, അതുപോലെ തന്നെ ഹോട്ടൽ അക്കോമഡേഷൻ സർവീസ്, ഹൗസ് കീപ്പിംഗ് സർവീസസ്, അത് റെസ്റ്റോറൻറ്റ് സർവീസ്, ഇതൊക്കെ നമ്മൾ 9(5) കണ്ടിട്ടുള്ളതാണ്. അതിലേക്കിപ്പോൾ ഒരു സർവീസ് കൂടി അഡീഷണൽ ആയിട്ട് വന്നു എന്നുള്ളതാണ് ഒരു അമെൻമെൻറ്റ്. ദ ഗവൺമെൻറ് ഹാസ് അമെൻഡഡ് ദി ലിസ്റ്റ് ഓഫ് സർവീസസ് നോട്ടിഫൈഡ് അണ്ടർ 9(5). എന്താണെന്ന് നോക്കാം. സർവീസസ് ബൈ വേ ഓഫ് ലോക്കൽ ഡെലിവറി സപ്ലൈഡ് ത്രൂ ആൻ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ. ലോക്കൽ ഡെലിവറി സർവീസ്, ഇപ്പോൾ ലോക്കൽ ഡെലിവറി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ലോക്കൽ ഡെലിവറി സർവീസസ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ലോക്കൽ ഡെലിവറി സപ്ലൈ ആഗ്രിഗേറ്റേഴ്സ് ECO രൂപത്തിലുണ്ട്. അപ്പോൾ അതുവഴി ഇപ്പോൾ നിങ്ങളൊരു കച്ചവടക്കാരനാണ്, നിങ്ങൾക്ക് ഡെലിവറി പാർട്ട്നേഴ്സിനെ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഡെലിവറി പാർട്ട്നേഴ്സിനെ നിങ്ങൾക്ക് ഇത്തരം ആഗ്രിഗേറ്റേഴ്സ് വഴി കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ലോക്കൽ ഡെലിവറി സപ്ലൈ എന്ന് പറയുന്ന ഒരു സർവീസാണ്. യു ആർ ഗെറ്റിംഗ് ദാറ്റ് സർവീസ് ത്രൂ ദിസ് ECO. അങ്ങനെയാണെങ്കിൽ ഇവിടെ GST ലയബിലിറ്റി വരുന്നത് ആ ലോക്കൽ ഡെലിവറി ചെയ്യുന്ന ആൾക്കല്ല, പകരം ആ സപ്ലയർക്കല്ല, മറിച്ച് ECOയ്ക്കായിരിക്കും GST ലയബിലിറ്റി വരുന്നത്. ഓക്കെ, ഇത് മെയിനായിട്ടും B2B ട്രാൻസാക്ഷനുകളിലാണ് ഇത് സംഭവം ഉണ്ടാവുക. നമ്മൾ സാധാരണ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ലോക്കൽ ഡെലിവറി, നമുക്കെന്ത് ഡെലിവറി ചെയ്യാനാണ് ഈ പറഞ്ഞതുപോലെ. യെസ്, അപ്പോൾ പൊതുവെ B2B ട്രാൻസാക്ഷൻ ആയിരിക്കും ഇത് നടക്കുന്നത്. സോ പോയിന്റ് ഇത്രയേ ഉള്ളൂ. സർവീസ് എന്താണെന്ന് ചോദിച്ചാൽ ലോക്കൽ ഡെലിവറിയാണ്. ആ സപ്ലയറെ നമ്മൾ കണക്ട് ചെയ്തത് ഏത് വഴിയാണ്? ECO വഴിയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ടാക്സി ബുക്ക് ചെയ്യാൻ ഊബറിന് നോക്കുന്നു, അല്ലെങ്കിൽ ഹോട്ടൽ ബുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓയോ അല്ലെങ്കിൽ ഗോ ഐബിബോ നമ്മൾ നോക്കുന്നു, അല്ലേ എന്ന് പറഞ്ഞതുപോലെ ഒരു ആപ്ലിക്കേഷൻ വഴി നമ്മൾ ലോക്കൽ ഡെലിവറി ഏജൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? കണക്ട് ചെയ്യുകയാണ്. ഈ കേസിൽ GST ലയബിലിറ്റി വരുന്നത് ECOയ്ക്കായിരിക്കും, മറിച്ച് ലോക്കൽ ഡെലിവറി ഏജൻറ്റിന് ആയിരിക്കില്ല. യെസ്, പക്ഷേ ഇതിനൊരു എക്സെപ്ഷൻ ഉണ്ട്. അത് നമ്മൾ 9(5) പല സർവീസുകളുടെ കാര്യത്തിലും കണ്ടിട്ടുള്ളത് തന്നെയാണ്. ദിസ് പ്രൊവിഷൻ വിൽ നോട്ട് അപ്ലൈ വെയർ ഡെലിവറി സർവീസ് പ്രൊവൈഡർ ഈസ് ലയബിൾ ഫോർ GST രജിസ്ട്രേഷൻ. അതായത് ഓൾറെഡി ആ ലോക്കൽ ഡെലിവറി ഏജൻറ്റിന് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിലോ രജിസ്ട്രേഷൻ എടുക്കാൻ ലയബിൾ ആണെങ്കിലോ ഈ പോയിന്റ് ബാധകമല്ല എന്നുള്ളതാണ്. അപ്പോൾ അതായത് അങ്ങനെയാണെങ്കിൽ ആ ലോക്കൽ ഡെലിവറി ഏജൻറ്റ് തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക? സർവീസ് GST പേ ചെയ്യേണ്ടി വരുന്നത്. സോ 9(5) ഈ ഒരു അഡീഷൻ വന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. മറ്റൊന്ന്, 2024-25 ഫൈനാൻഷ്യൽ ഇയറിലെ ആനുവൽ റിട്ടേൺ 9A ഫയലിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദർ ഇസ് ആൻ എക്സംഷൻ ഫോർ രജിസ്റ്റേർഡ് പേഴ്സൺ ഫ്രം ഫയലിംഗ് ആനുവൽ റിട്ടേൺ ഹൂസ് ആഗ്രിഗേറ്റ് ടേൺ ഓവർ ഈസ് അപ് ടു 2 crore ഇൻ എനി ഫൈനാൻഷ്യൽ. 2 കോടി രൂപയോ അതിൽ താഴെയോ ആണ് ആനുവൽ ടേൺ ഓവർ എങ്കിൽ 2024-25 സാമ്പത്തിക വർഷത്തേക്ക് എന്ത് ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല? ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അത് 24-25 ബാധകമായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇനി വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എക്സംഷൻസുമായിട്ടുള്ള ബന്ധപ്പെട്ടതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നമുക്ക് നോക്കാം. ഗവൺമെൻറ് ഹാസ് റീപ്ലേസ്ഡ് ദ എക്സംഷൻ നോട്ടിഫിക്കേഷൻ വിത്ത് ന്യൂ നോട്ടിഫിക്കേഷൻ. അത് ഗുഡ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഗുഡ്സിൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്, പഴയ നോട്ടിഫിക്കേഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ടെന്നുള്ളതാണ്. ഓക്കെ, അത് വലിയ പ്രധാനപ്പെട്ട സംഭവമല്ല. പക്ഷേ സർവീസസിലേക്ക് വരുമ്പോൾ ചില സർവീസുകളുടെ കാര്യത്തിൽ എക്സംഷൻ വന്നിട്ടുണ്ട്. എന്തൊക്കെ സർവീസുകളുടെ കാര്യത്തിലാണ് മാറ്റം വന്നിട്ടുള്ളത്, എന്തൊക്കെ സർവീസുകളുടെ കാര്യത്തിലാണ് പുതിയ അഡീഷനും ഡിലീഷനൊക്കെ വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. സർവീസുകളുടെ കാര്യം നമ്മൾ വിശദമായി പഠിച്ചിട്ടുള്ളതാണ്. നമുക്ക് നോക്കാം. സർവീസുകൾ നമ്മൾ പഠിച്ചിട്ടുള്ളൊരു പോയിൻ്റാണ് എൻട്രി നമ്പർ 18. സർവീസ് ബൈ വേ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ബൈ റോഡ് മാർഗം ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്താൽ അതൊരു എക്സംപ്റ്റഡ് സർവീസാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സെപ്റ്റ് ബൈ GTA ആൻഡ് കൊറിയർ. GTAയും കൊറിയറും ഗുഡ്സ് കൊണ്ടുപോയാൽ അത് ടാക്സബിൾ ആണ്. ഇപ്പോൾ GTAയും കൊറിയറും അല്ലാത്ത മറ്റാര് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ബൈ റോഡ് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് എക്സംപ്റ്റഡ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻലൻഡ് വാട്ടർ വേസ്, അതായത് പുഴ മാർഗം കായൽ മാർഗം ഗുഡ്സ് കൊണ്ടുപോവുകയാണെങ്കിൽ അത് എക്സംപ്റ്റഡ് ആണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്കൊരു ചെറിയൊരു അഡീഷൻ വന്നിട്ടുണ്ട്. എന്താണ് അഡീഷൻ എന്ന് നമുക്ക് നോക്കാം.
അപ്പോൾ ആ പോയിൻ്റ് അവിടെ തന്നെ ഉണ്ട്, അത് ഡിലീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ ലോക്കൽ ഡെലിവറി സർവീസുകളാണ്. നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പഠിച്ചാണ്. നത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് എൻട്രി ഷെൽ അപ്ലൈ ടു ലോക്കൽ ഡെലിവറി സർവീസസ് പ്രൊവൈഡഡ് ബൈ ആൻ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ ഓർ ലോക്കൽ ഡെലിവറി സർവീസസ് പ്രൊവൈഡഡ് ത്രൂ ആൻ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ. അപ്പോൾ ECO വഴിയോ ECO നേരിട്ടോ ECO വഴിയുള്ള ലോക്കൽ ഡെലിവറി സർവീസുകൾക്ക് ഈ എക്സംഷൻ ബാധകമല്ല എന്ന് വെച്ചാൽ അത് ടാക്സബിൾ ആണ് എന്നാണ് പറഞ്ഞ പോയിന്റിൻ്റെ അർത്ഥം. പിന്നെ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസിയുടെ മീനിങ്ങിൽ ഒരു ചെറിയ വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട്. മീൻസ് എനി പേഴ്സൺ ഹു പ്രൊവൈഡ് സർവീസ് ഇൻ റിലേഷൻ ടു ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സ് ബൈ റോഡ് ആൻഡ് ഇഷ്യൂ കൺസൈൻമെൻറ്റ് നോട്ട് ബൈ വാട്ട് എവർ നെയിം കോൾഡ്. ഇതാണ് സാധാരണഗതിയിൽ GTAയുടെ മീനിങ്, ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ്. പക്ഷേ ഇതിനകത്ത് വരാത്തത് ആരൊക്കെയാണ്? ഒരു ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ ബൈ ഹൂം സർവീസ് ഓഫ് ലോക്കൽ ഡെലിവറി ആർ പ്രൊവൈഡഡ് ഓർ ആൻ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ ത്രൂ വിച്ച് സർവീസസ് ഓഫ് ലോക്കൽ ഡെലിവറി ആർ പ്രൊവൈഡ്. നിങ്ങൾ ECO ആണ് ഈ പറയുന്ന GTA ആയിട്ട് പ്രവർത്തിക്കുന്നതെങ്കിലോ ECO വഴിയാണ് GTA നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്നതെങ്കിലോ ഇവിടെ നിങ്ങൾക്ക് ഈ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസി എന്ന് പറയുന്ന ഡെഫിനിഷനകത്ത് അതിനെ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ കൊറിയർ ഏജൻസിയുടെ മീനിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ വിത്ത് ഇഫക്റ്റ് ഫ്രം 22/9/2025 സർവീസസ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് ബിസിനസ് പ്രൊവൈഡഡ് ബൈ ആൻ ഇൻഷുറർ ടു ദ ഇൻഷുർഡ് വെർ ദ ഇൻഷുർഡ് ഈസ് നോട്ട് എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ലൈഫ് ഇൻഷുറൻസ് സർവീസുകൾക്ക് ഇനി മുതൽ GST എക്സംഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. ലൈഫ് ഇൻഷുറൻസ് സർവീസുകൾ ഇപ്പോൾ നിലവിൽ LIC മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികൾക്ക് നമുക്ക് തരുന്ന ലൈഫ് ഇൻഷുറൻസ് സേവനങ്ങൾക്ക് നിലവിൽ ഇനി മുതൽ എന്തുണ്ടാകുമെന്നാണ് പറയുന്നത്? എക്സംഷൻ ഉണ്ടാകും. ദിസ് എക്സംഷൻ ഷാൽ അപ്ലൈ ടു എ കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് വെയർ ഇൻഷുർഡ് ഈസ് ആൻ ഇൻഡിവിജ്വൽ ഓർ ആൻ ഇൻഡിവിജ്വൽ ആൻഡ് ഫാമിലി ഓഫ് ദി സെഡ് ഇൻഡിവിജ്വൽ. ഇൻഷുറൻസ് എടുത്ത വ്യക്തി ഒരു കമ്പനി ആകാൻ പാടില്ല. അതുപോലെ ഇൻഡിവിജ്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ അയാളുടെ കുടുംബമായിരിക്കണം. ഫാമിലി ഷാൽ ഇൻക്ലൂഡ് ഓൾ ഇൻഡിവിജ്വൽ ഇൻഷുർഡ് ആസ് ഫാമിലി ഇൻ ദ കോൺട്രാക്ട്. ഓക്കെ, ഒരു എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നോൺ എംപ്ലോയർ എംപ്ലോയി ഗ്രൂപ്പ് വെയർ ക്ലിയർലി എവിഡന്റ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ബിറ്റ്വീൻ മാസ്റ്റർ ഗ്രൂപ്പ് പോളിസി ഹോൾഡർ. അപ്പോൾ ഇൻഡിവിജ്വൽസിനും കുടുംബത്തിനും വേണ്ടി എടുക്കുന്ന ഇൻഷുറൻസിനാണ് ഈ പറഞ്ഞ എക്സംഷൻ നിലവിൽ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇത് പുതിയതായിട്ട് വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു എക്സംഷനാണ് ഹെൽത്ത് ഇൻഷുറൻസ് സേവനങ്ങൾ. ഹെൽത്ത് ഇൻഷുറൻസ് ബിസിനസ്സുകൾക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ നിലവിൽ എന്തുണ്ട്? ഹെൽത്ത് ഇൻഷുറൻസ് സേവനങ്ങൾക്ക് നിലവിൽ ഈ പറഞ്ഞതുപോലെ തന്നെ എക്സംഷൻ പുതുതായി കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഇൻഷുറൻസ് എടുത്ത വ്യക്തി എന്തായിരിക്കണം? ഇൻഡിവിജ്വലോ ഗ്രൂപ്പ് ആകാൻ പാടില്ല. ഇൻഡിവിജ്വൽ അയാളുടെ ഫാമിലിയോ ആയിരിക്കണം. ദെൻ 36E ഇപ്പം മേൽ പറഞ്ഞിരിക്കുന്ന സർവീസുകൾ തന്നെ റീ ഇൻഷുർ ചെയ്യുന്നതിനും നിലവിൽ എന്തുണ്ട്? എക്സംഷൻ. റീ ഇൻഷുറൻസ് ഓഫ് ഇൻഷുറൻസ് സർവീസ് സ്പെസിഫൈഡ് ഇൻ സീരിയൽ നമ്പർ 36C ആൻഡ് 36D. സോ ഇതാണ് നമുക്ക് എക്സംഷനിൽ വന്നിരിക്കുന്ന വ്യത്യാസം. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട ചേഞ്ച് GST രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. GST രജിസ്ട്രേഷനിൽ 2 പുതിയ റൂൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. റൂൾ 9A ആൻഡ് റൂൾ 14A. ഇപ്പോൾ എന്താണ് ആ റൂൾ? അത് നമുക്ക് ഈ വരുന്ന എക്സാമിനേഷനെ സംബന്ധിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ആദ്യം റൂൾ 9Aയും അതുപോലെ തന്നെ 14A. 9A എന്താണെന്ന് നമ്മൾ നോക്കാം. നോട്ട്വിസ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ റൂൾ 9, നമുക്ക് രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ രജിസ്ട്രേഷൻ നമുക്ക് അലോട്ട് ചെയ്യുന്ന പ്രൊസീജിയറാണത്. ഓക്കെ, എനി പേഴ്സൺ ഹു ഹാസ് അപ്ലൈഡ് ഫോർ രജിസ്ട്രേഷൻ അണ്ടർ റൂൾ 8, റൂൾ 12, റൂൾ 17. റൂൾ 8 എന്ന് വെച്ചാൽ നോർമലി GST രജിസ്ട്രേഷൻ എടുക്കാൻ ലയബിളായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എടുക്കാൻ കമ്പൽസറിലി ലയബിളായിട്ടുള്ള ഒരാൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന രജിസ്ട്രേഷൻ്റെ ഫോർമാലിറ്റിയാണ് റൂൾ 8 പറയുന്നത്. റൂൾ 12 ഈ TDS TCS പോലുള്ള റിക്വയർമെൻറ്റ് വരുമ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ എടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. റൂൾ 17 നമുക്ക് ഈ പറയുന്ന യൂണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറിന് വേണ്ടിയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സാഹചര്യങ്ങളാണ്. സോ പോട്ടെ, റൂൾ 8 ആയിക്കോട്ടെ, റൂൾ 12 ആയിക്കോട്ടെ, റൂൾ 17 ആയിക്കോട്ടെ, എനിവേ യു ആർ ഗിവിങ് ആപ്ലിക്കേഷൻ ഫോർ ഗെറ്റിംഗ് രജിസ്ട്രേഷൻ. അങ്ങനെ നിങ്ങൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ പ്യുവറാണ്. നിങ്ങളുടെ പേരിൽ വേറെ യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങളുമില്ല. അതായത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, രജിസ്ട്രേഷൻ നൽകുന്ന സമയം, ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത്
നമ്മുടെ ഒരു ബാക്ക് ഡേറ്റ, നമ്മൾ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ക്ലിയറാണ്, നമുക്കെതിരെ വേറെ യാതൊരു തരത്തിലുമുള്ള ആലിഗേഷൻസും ഇല്ലാത്തൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള റിസ്ക് പാരാമീറ്റേഴ്സും ഡേറ്റ അനാലിസിസും നമ്മുടെ GST പോർട്ടൽ നടത്താറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലിയർ ആയിട്ടുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ എന്ത് ചെയ്യും, അലോട്ട് ചെയ്യും വിത്തിൻ 7 വർക്കിംഗ് ഡേയ്സ്. അതും ആധാർ ഓതൻറ്റിക്കേഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇപ്പോൾ 9A പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, upon identification on the common portal on data analysis and risk parameters, we granted registration electronically by the common portal within ഈ 7 വർക്കിംഗ് ഡേ എന്നുള്ളത് ഇപ്പോൾ എത്രയാക്കിയിട്ടുണ്ട്, 3 വർക്കിംഗ് ഡേയ്സ് ആക്കിയിട്ടുണ്ട്. യെസ്, 3 വർക്കിംഗ് ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് സബ്മിഷൻ. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് 3 വർക്കിംഗ് ഡേക്കുള്ളിൽ നമുക്ക് എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, രജിസ്ട്രേഷൻ അലോട്ട് ചെയ്യുമെന്നാണ് ഇപ്പം നിലവിൽ പറഞ്ഞിരിക്കുന്നത് 9A. ഇനി അതുപോലെ തന്നെ 14A, ഓപ്ഷൻ ഫോർ ടാക്സ് പേയേഴ്സ് ഹാവിങ് മന്ത്ലി ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ബിലോ ത്രഷോൾഡ് ലിമിറ്റ്. ഇതുപോലെ തന്നെ ഈ ചെറുകിട കച്ചവടക്കാർക്ക്, ഇതിപ്പോൾ ഒരു ഷോപ്പൊക്കെ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ഓഫീസേ ഉള്ളൂ, ചെറിയ ടേൺ ഓവറേ ഉള്ളൂ, ചെറിയ ടാക്സ് ലയബിലിറ്റിയേ ഉള്ളൂ, അങ്ങനെയുള്ള ആൾക്കാർക്ക് രജിസ്ട്രേഷൻ പ്രൊസീജിയർ കുറച്ചുകൂടി സിംപ്ലിഫൈഡ് ആക്കിയിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു റൂള്, അവരുടെ രജിസ്ട്രേഷൻ അലോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുതിയൊരു റൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് റൂൾ 14A. നോക്കൂ, ഇവിടെ പറയുന്നത് എനി പേഴ്സൺ ഹു ഹാസ് മെയ്ഡ് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ അണ്ടർ റൂൾ 8. റൂൾ 8 എന്ന് വെച്ചാൽ നോർമൽ രീതിയിൽ നിങ്ങൾ രജിസ്ട്രേഷൻ എടുക്കാൻ ലയബിളായി നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. ആൻഡ് ഹു ഡിറ്റർമൈൻസ് ദാറ്റ്, അയാൾ പറയുകയാണ് അയാളുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി, അയാൾക്ക് ഒരു മാസം അയാളുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് on supply of goods or service or both made to registered persons on account of central tax, state tax, union territory tax and integrated tax and compensation cess does not exceed 2,50,000 per month. അതായത് അയാൾ പറയുകയാണ്, അയാൾ പറയുന്നത് എങ്ങനെയാണ്, അയാളുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് മെയ്ഡ് ടു രജിസ്റ്റേർഡ് പേഴ്സൺ, B2B. ഓക്കെ, ഇപ്പോൾ B2B സപ്ലൈ ചെയ്ത് വരുന്ന അയാളുടെ GST ലയബിലിറ്റി എന്ന് പറയുന്നത് ഡസ് നോട്ട് എക്സീഡ് 2,50,000 പെർ മന്ത്, 2.5 ലക്ഷം രൂപയ്ക്ക് മേളിൽ പോകുന്നില്ല എന്ന് അയാൾ അണ്ടർടേക്ക് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ they have an option to get registration electronically in accordance with, അങ്ങനെയുള്ളവർക്ക് റൂൾ 14A പ്രകാരം രജിസ്ട്രേഷൻ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ എന്താണ് 14A എന്നുള്ളത് പറയാം. സോ എനി പേഴ്സൺ അതർ ദാൻ പേഴ്സൺ നോട്ടിഫൈഡ് അണ്ടർ 25(6)(d). 25(6)(d) എന്ന് പറഞ്ഞാൽ ആധാർ ഓതൻറ്റിക്കേഷൻ ആവശ്യമില്ലാത്ത ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യുന്ന ആൾക്കാരെ പറ്റി പറയുന്ന സെക്ഷനാണ് ഇത് 25(6)(d). അപ്പോൾ 25(6)(d)യിൽ പറയാത്ത മറ്റാൾക്കാർ, അതായത് ആധാർ ഓതൻറ്റിക്കേഷൻ വേണ്ട ആൾക്കാർ, ഹൂ ഹാസ് നോട്ട് ഓപ്റ്റഡ് ഫോർ ആധാർ ഓതൻറ്റിക്കേഷൻ ഷാൽ നോട്ട് ബി എലിജിബിൾ ഫോർ ഗ്രാൻഡ് ഓഫ് രജിസ്ട്രേഷൻ. അതായത് 14A പ്രകാരം, റൂൾ 14A പ്രകാരം നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ആധാർ ഓതൻറ്റിക്കേഷൻ ഓപ്റ്റ് ചെയ്തിരിക്കുന്ന ആളായിരിക്കണം. ആധാർ ഓതൻറ്റിക്കേഷൻ ചെയ്യാത്ത ആൾക്കാർക്ക് റൂൾ 14A ആപ്ലിക്കബിൾ അല്ല. ദെൻ notwithstanding anything contained in Rule 11, a person registered under this rule in a state or union territory shall not be eligible to obtain another registration in same state or union territory under this rule against the same പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ. അതായത് ഒരു സ്റ്റേറ്റിൽ ഒരു രജിസ്ട്രേഷൻ, നിങ്ങൾ റൂൾ 14A പ്രകാരമാണ് നിങ്ങൾ രജിസ്ട്രേഷൻ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഒരു യൂണിയൻ ടെറിട്ടറിയിൽ നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. ഒന്നിലധികം രജിസ്ട്രേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരേ സ്റ്റേറ്റിൽ തന്നെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, നോട്ട് ബി എലിജിബിൾ ടു ഒബ്റ്റെയിൻ അനദർ രജിസ്ട്രേഷൻ ഇൻ സെയിം സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി അണ്ടർ ദിസ് റൂൾ അഗെയിൻസ്റ്റ് സെയിം പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ. പാൻ നമ്പർ ഒന്നേ ഉണ്ടാകത്തുള്ളൂ, രജിസ്ട്രേഷൻ ഒന്നിലധികം ഉണ്ടാകാം. ഒരു സ്റ്റേറ്റിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ്, വേറെ ഡിഫറെൻറ്റ് ബിസിനസ് വെർട്ടിക്കൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വേറെ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ റൂൾ 14A വൈസാണ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്, രജിസ്ട്രേഷൻ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു രജിസ്ട്രേഷൻ സെയിം സ്റ്റേറ്റിൽ തന്നെ എടുക്കാൻ കഴിയില്ല. യെസ്. ദെൻ അപ്പോൺ സക്സസ്ഫുൾ ഓതൻറ്റിക്കേഷൻ ഓഫ് ആധാർ നമ്പർ, നിങ്ങൾ ആധാർ ഓതൻറ്റിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ the applicant referred in subrule 1 shall be granted registration electronically by the
കോമൺ പോർട്ടൽ. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ അലൗട്ട് ചെയ്യും. ദാറ്റ് ഈസ് ഓൾസോ വിത്തിൻ 3 വർക്കിംഗ് ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ദി ആപ്ലിക്കേഷൻ. ഇവിടെയും പറയുന്നത് നിങ്ങൾക്ക് 3 വർക്കിംഗ് ഡേ ആണ് നിങ്ങൾക്കിവിടെ അലോട്ട് ചെയ്യുന്നത്. 3 വർക്കിംഗ് ഡേക്കുള്ളിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫ്രം ദ ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ. ഇനി ദ രജിസ്റ്റേർഡ് പേഴ്സൺ ഹൂ ഇൻറ്റൻസ് ടു വിഡ്രോ ഫ്രം ദി ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ ഈ മന്ത്ലി GST ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി 2.5 ലക്ഷം രൂപയ്ക്ക് മേളിൽ പോകുന്നൊരു സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടാവുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റിൽ തന്നെ വേറൊരു രജിസ്ട്രേഷൻ എടുക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾ എ പേഴ്സൺ ഹൂ ഇൻറ്റൻസ് ടു വിഡ്രോ ഫ്രം ദ ഓപ്ഷൻ അവൈൽഡ് അണ്ടർ സബ് റൂൾ 1, അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? ഷാൽ ഫയൽ ആൻ ആപ്ലിക്കേഷൻ ഫോം GST REG 32 എന്ന് പറയുന്നൊരു ഫോം എന്ത് ചെയ്യേണ്ടി വരും? ദേ നീഡ് ടു സബ്മിറ്റ്. Duly signed and verified through electronic verification code on the common portal, either directly or through facilitation center notified by the commissioner. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ 14A പ്രകാരം രജിസ്ട്രേഷൻ എടുത്ത ആളായിരിക്കാം. പക്ഷേ നിങ്ങൾക്കിപ്പോൾ കാരണം ആ 14A പ്രകാരം രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് അവരുടെ മറ്റ് അസസ്മെൻ്റ് എല്ലാം നടക്കുന്നതിനൊരു പ്രത്യേക രീതികളുണ്ടായിരിക്കും. അപ്പോൾ അയാൾ പറയുകയാണ് ഞാൻ 14A പ്രകാരമാണ് രജിസ്ട്രേഷൻ എടുത്തത്, നൗ ഐ വാണ്ട് ടു ചേഞ്ച്. അങ്ങനെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ഫോം GST REG 32 എന്ന് പറയുന്ന ഫോം എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. പ്രൊവൈഡഡ് ദാറ്റ് രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൽ നോട്ട് ബി അലൗഡ് ടു ഫയൽ സച്ച് ആപ്ലിക്കേഷൻ. പക്ഷേ ഈ ആപ്ലിക്കേഷൻ ഈ 32 സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അയാൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമുണ്ട്. അയാൾ എന്ത് ചെയ്തിരിക്കണം? കുറഞ്ഞത് 3 മാസത്തെ GST റിട്ടേൺ എങ്കിലും എന്ത് ചെയ്തിരിക്കണം? ഫയൽ ചെയ്തിരിക്കണം. റിട്ടേൺസ് ഫോർ എ പീരീഡ് ഓഫ് മിനിമം 3 months അയാൾ ഫർണിഷ് ചെയ്തിരിക്കണം. അത് വേർ ആപ്ലിക്കേഷൻ ഈസ് ഫയൽഡ് ബിഫോർ 1/4/2026 1/4/2026 മുന്നേ നിങ്ങളിത് സബ്മിറ്റ് ഫോം ഫയൽ ചെയ്ത് REG 32 ഫയൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ മിനിമം 3 മാസത്തെ റിട്ടേൺ എങ്കിലും എന്ത് ചെയ്തിരിക്കണം? നിങ്ങൾ ഫയൽ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അയാൾ ഏത് റിട്ടേൺ ആണോ അയാൾ ഫയൽ ചെയ്യേണ്ട REG GSTR 01 അതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ returns for a period of minimum 1 tax period where such application is filed on or after 1/4/2026 1/4/2026 ശേഷമാണ് നിങ്ങൾ ഫോം സബ്മിറ്റ് ചെയ്യണമെങ്കിൽ 1 മാസത്തെ എന്ത് ചെയ്തിരിക്കണം? 1 മാസത്തെ റിട്ടേൺ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? സബ്മിറ്റ് ചെയ്തിരിക്കണം. ദെൻ ഓൾ ദ റിട്ടേൺസ് ഡ്യൂ ഫ്രം ദ എഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ടിൽ ദ ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഫോർ വിഡ്രോവൽ എന്ന് മാത്രമല്ല, ഇത് ഒരു മിനിമം ക്രൈറ്റീരിയ ആണെന്ന് മാത്രമല്ല, ഇതുവരെ ഫയൽ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉൾപ്പെടെ എന്ത് ചെയ്തിരിക്കണം? ഫയൽ ചെയ്താൽ മാത്രമേ ഇതിൽ നിന്ന് മാറാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഒരാളുടെ രജിസ്ട്രേഷൻ ക്യാൻസലേഷൻ പ്രൊസീജിയർ ഓൾറെഡി GST ഡിപ്പാർട്ട്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ REG 32 സബ്മിറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. Provided that registered person shall be allowed to file such application where no proceeding under 29 have been initiated against such registered person. Then, where there is any change in the particulars furnished in form GST REG 0. REG 01 എന്താണെന്ന് അറിയാലോ, രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഫോമാണ്. അതിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന വിവരങ്ങളിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ the said registered person shall get the particulars amended under Rule 19 before filing an application for withdrawal under sub rule 5. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മാറണം എന്നുണ്ടെങ്കിൽ REG 32 ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രജിസ്ട്രേഷൻ ആപ്ലിക്കേഷനിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന വിവരങ്ങളിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അത് അമെൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ പറയുന്ന REG 32 സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. Based on data analysis and risk parameters on the common portal, the provisions of sub-rule 4A of Rule 8 relating to authentication of Aadhaar number or biometric-based Aadhaar authentication, taking photograph of applicant along with the verification of original copy of document uploaded along with the registration application GST REG 1 shall so far as may apply to application for withdrawal filed under sub-rule 5. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് മാറുന്ന സമയത്ത് നിങ്ങൾക്ക് ഡേറ്റ അനാലിസിസ് ആൻഡ് റിസ്ക് പാരാമീറ്റേഴ്സ് നടപടിക്രമങ്ങളുണ്ട്. ഇത് പറഞ്ഞിരിക്കുന്ന സബ് റൂൾ 4A ഓഫ് റൂൾ 8 അതെല്ലാം തന്നെ വിഡ്രോ ചെയ്യുന്ന സമയത്ത് ബാധകമായിരിക്കും. ദെൻ സബ് റൂൾ 5, 6, റൂൾ 8 റിലേറ്റിംഗ് ടു ഇഷ്യൂവൻസ് ഓഫ് അക്നോളജ്മെൻറ്റ് ഷാൽ മ്യൂട്ടാൻഡീസ് അപ്ലൈ ടു ദി ആപ്ലിക്കേഷൻ. മ്യൂട്ടാൻഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേൽ പറഞ്ഞിരിക്കുന്ന കാര്യം അതേപടി ഇവിടെ ബാധകമാകും, അല്ലെങ്കിൽ ആ സബ് റൂൾ 5ലും 6ലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപടി ഇവിടെയും ബാധകമാകുമെന്നാണ് ആ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. Then application filed for withdrawal under shall be verified in accordance with the provisions of Rule 9. വെരിഫൈ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ OTP നിങ്ങൾ വച്ചാണ് നിങ്ങൾ അതിനെ എന്ത് ചെയ്യേണ്ടത്? വെരിഫൈ ചെയ്യേണ്ടത്. റൂൾ 10 വെരിഫിക്കേഷന് ശേഷം പ്രോപ്പർ ഓഫീസർ ഷാൽ ഇഷ്യൂ ആൻ ഓർഡർ
GST REG 33. ഇതാണ് ഇതിലെ മെയിൻ പോയിന്റ്. നിങ്ങൾ ഇതൊന്നും കാണാതെ പഠിച്ചു വെക്കണം എന്നൊന്നും പറയുന്നില്ല. ഇതിലെ മെയിൻ ഈ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ റൂൾ 14A അനുസരിച്ചാണ് നിങ്ങൾ രജിസ്ട്രേഷൻ എടുക്കുന്നതെങ്കിൽ നിങ്ങളൊരു ചെറുകിട കച്ചവടക്കാരനാണ്. അപ്പോൾ ഇതിൻ്റെ സിമ്പിൾ ക്രക്സ് ഇത്രേ ഉള്ളൂ, നിങ്ങളൊരു ചെറുകിട കച്ചവടക്കാരനാണ്. നിങ്ങളുടെ മന്ത്ലി GST ലൈബിലിറ്റി എന്ന് പറയുന്നത് തന്നെ 2.5 ലക്ഷം രൂപയ്ക്ക് എക്സീഡ് ചെയ്യുന്നില്ല B2B ട്രാൻസാക്ഷൻസിലൂടെ ഉള്ള. അപ്പോൾ അങ്ങനെ വലിയ തോതിലുള്ളൊരു കച്ചവടക്കാരനല്ല. അങ്ങനെയുള്ളവർക്ക് 14A ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രജിസ്ട്രേഷൻ എടുക്കാം. 3 വർക്കിംഗ് ഡേക്കുള്ളിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടും. പക്ഷേ ഒരു സ്റ്റേറ്റിൽ ഒരു രജിസ്ട്രേഷനെ പറ്റുള്ളൂ. ഇതാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്ന് മാറുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, GST REG 32 എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. ആ ഫോം നിങ്ങൾ സബ്മിറ്റ് ചെയ്ത്, പക്ഷേ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, തൊട്ട് മുന്നത്തെ 3 മാസത്തെ റിട്ടേൺ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, കൃത്യമായി ഫയൽ ചെയ്തിരിക്കണം. ഇതുവരെ ഉണ്ടായിരുന്ന റിട്ടേണുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യണം. ഇത് 2001/4/26 മുന്നേ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ ശേഷമാണെന്നുണ്ടെങ്കിൽ 1 മാസത്തെ റിട്ടേൺ എങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് സബ്മിറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ പിന്നെ ബാക്കിയെല്ലാം പ്രൊസീജിയറൽ കാര്യങ്ങളാണ്. നിങ്ങൾ സബ്മിറ്റ് ചെയ്തു, ഓക്കെ, വെരിഫിക്കേഷൻ കഴിഞ്ഞു. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? പ്രോപ്പർ ഓഫീസർ shall issue an order in form GST REG 33 allowing the application for withdrawal from option or order for rejection of application in form GST REG 05 within the period specified under Rule 9, which shall be made available to the registered person on the common portal. പ്രോപ്പർ ഓഫീസർ ഇത് വെരിഫൈ ചെയ്തതിന് ശേഷം ഒന്നുകിൽ അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മാറുവാനുള്ള അനുവാദം നിങ്ങൾക്ക് നൽകുന്നു. അത് തരുന്നത് ഏതിലാണ്? GST REG 33. ഇനി നിങ്ങളുടെ അപേക്ഷ തള്ളിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ നോർമലി നമ്മുടെ ആപ്ലിക്കേഷൻസ് റിജക്റ്റ് ചെയ്യുമ്പോൾ അവർ ഇഷ്യൂ ചെയ്യുന്ന ഫോമാണ് ഇത് GST REG 05. പല ഘട്ടങ്ങളിൽ നമ്മൾ ഉപയോഗിക്കും. എക്സാമ്പിൾ, നമ്മുടെ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അറിയിക്കുന്നത് ഈ ഫോമിലൂടെയാണ്, GST REG 05. The registered person who has received an order issued under Sub-Rule 10 allowing withdrawal shall be able to furnish the details of output tax liability on supply of goods or service or both made to a registered person exceeding the output tax liability from the first day of the succeeding month in which the order is issued. അപ്പോൾ എൻ്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് 14A പ്രകാരമാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു മാസം ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി 2.5 ലക്ഷം രൂപയ്ക്ക് മേളിൽ പോയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് GSTR1 സബ്മിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. എക്സീഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, കഴിയില്ല. അപ്പോൾ GSTR1 സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ 3B സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ E-way ജനറൽ, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരും പിന്നീട്. അപ്പോൾ ഇതിന് പുറമെ ഇൻട്രസ്റ്റ്, പെനാൽറ്റി, ഇങ്ങനെ കാര്യങ്ങളെല്ലാം നിങ്ങളെ വരിയായിട്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരും. അപ്പോഴാണ് നിങ്ങൾ ഏതിലേക്ക് മാറുന്നത്? 14A നിന്ന് മാറി REG 32 നിങ്ങൾ എന്ത് ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ REG 32 സബ്മിറ്റ് ചെയ്ത് 33 കിട്ടിയതിന് ശേഷമേ പിന്നെ നിങ്ങൾക്ക് എന്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, GSTR1 സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. Then a registered person to whom an order under Sub-Rule 10 has been issued shall not amend the details furnished in respect to output tax liability so as to exceed the limit specified under Sub-Rule 1 for the period prior to the first day of succeeding month in which order has been issued. Where proceeding for cancellation or registration under 29 have been initiated after filing the withdrawal application and such proceedings are pending, withdrawal application shall be rejected and provisions relating to deemed approval under 9(5) shall not apply. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഈ 2 പോയിന്റിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, രജിസ്റ്റേർഡ് പേഴ്സൺ ടു ഹൂം ആൻ ഓർഡർ അണ്ടർ സബ് റൂൾ 10 ഹാസ് ബീൻ ഇഷ്യൂഡ്, അതായത് REG 33 സബ്മിറ്റ് അയാൾക്ക് കിട്ടി, 32ൻ്റെ അടിസ്ഥാനത്തിൽ 33 കിട്ടി. ഷാൽ നോട്ട്, അയാൾ എന്ത് ചെയ്യാൻ പാടില്ല, ഷാൽ നോട്ട് amend the details furnished in respect of output tax liability so as to exceed the limit specified under Sub-Rule 1 for the period prior to the first day of the succeeding month in which order has been issued. ഇപ്പോൾ നമ്മളിപ്പോൾ GSTR1 സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി കാണിക്കാറുണ്ട്. ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി നമുക്ക് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് അമെൻഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ വൺസ് നമുക്ക് 33 കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 33 കിട്ടുന്നതിന് മുന്നേ ഉള്ള പീരീഡിലേക്കുള്ള ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അമെൻഡ് ചെയ്ത് ഇൻക്രീസ് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. എന്താണ് പറഞ്ഞത്? രജിസ്റ്റേർഡ് പേഴ്സൺ ടു ഹൂം ആൻ ഓർഡർ
അണ്ടർ സബ് റൂൾ 1 ഹാസ് ബീൻ ഇഷ്യൂഡ്. ഓക്കെ. ഷാൽ നോട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഷാൽ നോട്ട് അമെൻഡ് ദ ഡീറ്റെയിൽസ് ഫർണിഷ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി. ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയുടെ വിവരങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അമെൻഡ് ചെയ്യാൻ പാടില്ല. എങ്ങനെ അമെൻഡ് ചെയ്യാൻ പാടില്ലെന്നാണ്? തിരുത്താൻ പാടില്ലെന്നാണ്. അമെൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇറ്റ് എക്സീഡ് ദ ലിമിറ്റ് സ്പെസിഫൈഡ് അണ്ടർ സബ് റൂൾ 1. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? B2B 2.5 ലക്ഷം രൂപ അല്ലേ? യെസ്. ഫോർ ദ പീരീഡ് prior to the first day of the succeeding month in which order has been issued. അപ്പോൾ ഓർഡർ ഇഷ്യൂ ചെയ്ത 33 ഇഷ്യൂ ചെയ്ത മാസത്തിൻ്റെ തൊട്ടടുത്ത മാസത്തിൻ്റെ 1-ാം തീയതി, അതിന് മുന്നേ ഉള്ള പീരീഡിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഈ മാസം മെയ് മാസമാണ്, മെയ് മാസം ഇഷ്യൂ ചെയ്തപ്പോൾ അടുത്ത മാസം ജൂൺ മാസമാണ് സക്സീഡിങ് മന്ത്. അതിന് മുന്നേ ഉള്ള പീരീഡ് എന്ന് പറയുമ്പോൾ മെയ്യോ അതിന് ബാക്കിലേക്കുള്ള പീരീഡിലേക്കുള്ള മാസത്തെ ടേൺ ഓവർ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അമെൻഡ് ചെയ്യാൻ പാടില്ല. അങ്ങനെ അമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 14A പർപ്പസ് തന്നെ ഇല്ലാണ്ടായില്ലേ. 14A നമ്മൾ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ടേൺ ഓവർ 2.5 ലക്ഷം രൂപ എക്സീഡ് ചെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇപ്പോൾ ഉദാഹരണം പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് മാർച്ച് ഏപ്രിൽ, ഇപ്പോൾ നിങ്ങൾ മാർച്ച് മാസത്തെ നിങ്ങളുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി 3 lakh ഉണ്ടായിരുന്നു. നിങ്ങൾ എന്ത് ചെയ്തു? നൈസായിട്ട് ഒരു 2 ലക്ഷം കാണിച്ചിട്ടുള്ളൂ, 2 lakh കാണിച്ചുള്ളൂ. പിന്നീട് അമെൻഡ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ 2 lakh നിങ്ങൾ കാണിച്ചിട്ടുള്ളൂ. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്തു? 33 കിട്ടി. 33 കിട്ടിയത് മെയ് മാസം നിങ്ങൾക്ക് 33 കിട്ടി. ഏപ്രിൽ മാസം REG 33 കിട്ടി. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ സക്സീഡിങ് മന്ത് എന്ന് പറയും മെയ് 1 മുന്നേ ഉള്ള പീരീഡിലേക്കുള്ളത് എന്ത് ചെയ്യാൻ പാടില്ല? അമെൻഡ് ചെയ്യാനായിട്ട് പാടില്ല. ഈ 2 ലക്ഷത്തെ അമെൻഡ് ചെയ്ത് 3 lakh ആക്കാൻ പാടില്ല. അതാണ് പറഞ്ഞ പോയിന്റിൻ്റെ അർത്ഥം. അതേപോലെ തന്നെ വേർ പ്രൊസീഡിംഗ് ഫോർ ക്യാൻസലേഷൻ ഓഫ് registration under section 29 have been initiated after filing the withdrawal of application. അതായത് നിങ്ങളുടെ രജിസ്ട്രേഷൻ ക്യാൻസലേഷൻ്റെ നടപടിക്രമങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് ആഫ്റ്റർ ഫയലിംഗ് ദ വിഡ്രോവൽ ആപ്ലിക്കേഷൻ. നിങ്ങൾ REG 32 സബ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ പറയുന്ന രജിസ്ട്രേഷൻ ക്യാൻസലേഷൻ പ്രൊസീഡിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് സച്ച് പ്രൊസീഡിങ്സ് ആർ പെൻഡിങ്. പ്രൊസീഡിങ് കംപ്ലീറ്റ് ആയിട്ടില്ല. വിഡ്രോവൽ ആപ്ലിക്കേഷൻ ഷാൽ ബി റിജക്റ്റഡ് and the provision relating to the deemed approval under 9(5) shall not apply. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വിഡ്രോവൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അങ്ങനെ അത് പ്രൊസീഡിങ് പെൻഡിങ് ആണെന്നുണ്ടെങ്കിൽ വിഡ്രോവൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് പറ്റത്തില്ല, അത് മുന്നോട്ട് REG 32 നിങ്ങൾക്ക് കിട്ടത്തില്ല എന്നുള്ളതാണ്. For a consequential amendment has been made in Rule 10. Further, a consequential amendment has been made in Rule 10. In Sub-Rule 1, the words under Rule 9 have been substituted under Rule 9, 9A, 14A. As a result, the GST registration certificate REG 06 will now be issued not only where registration granted under Rule 9, but also where it is granted electronically under Rule 9A and under 14A, thereby aligning Rule 10 with the newly introduced registration mechanism. അത് ഒരു സംഭവം. നിങ്ങൾക്ക് രജിസ്ട്രേഷൻ അലോട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് റൂൾ 10 പ്രകാരമാണ് രജിസ്ട്രേഷൻ നിങ്ങൾക്ക് അലോട്ട് ചെയ്യുക. അപ്പോൾ അതിനകത്ത് പറയുന്നിരിക്കുന്നത് എങ്ങനെയാണ്? റൂൾ 10 പറഞ്ഞിരിക്കുന്നത് രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ഗ്രാൻഡ് ചെയ്തിരിക്കുന്നത് റൂൾ 9 നടപടിക്രമങ്ങൾ പ്രകാരമാണ് എന്നാണ്. ഇനി മുതൽ 9 എന്ന് മാത്രമല്ല 9A എന്നും 14A എന്നും കൂടി അവിടെ എഴുതി ചേർക്കപ്പെടും എന്നുള്ളതാണ്. ഓക്കെ, അതൊരു തിയറി ഏരിയയാണ്. അതുപോട്ടെ. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് 14A ആർക്കൊക്കെ ബാധകമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ 14Aയിൽ നിന്ന് നിങ്ങൾ മാറാൻ നേരത്തെ സബ്മിറ്റ് ചെയ്യേണ്ട ഫോം ഏതാണ്? അതാണ് REG 32. 32ന് ശേഷം നിങ്ങൾക്ക് 33 വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ വിഡ്രോവൽ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യപ്പെടാം. പിന്നെ വിഡ്രോ ചെയ്യണമെങ്കിലുള്ള ക്രൈറ്റീരിയയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അതിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു പോയിൻ്റാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. നിങ്ങൾ 33 കിട്ടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബാക്കിലേക്ക് പോയി അത് അമെൻഡ് ചെയ്യാനായിട്ട്
പാടില്ല. ടേൺ ഓവർ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ബാക്കിലേക്ക് പോയി അമെൻഡ് ചെയ്ത് ഇൻക്രീസ് ചെയ്യാനായിട്ട് പാടില്ല. ഈ ഒരു കാര്യം ഓർത്തിരുന്നാൽ മതി. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇൻഡയറക്റ്റ് ടാക്സിൽ വന്നിരിക്കുന്ന വ്യത്യാസം. അപ്പോൾ ഇത് നല്ല രീതിയിൽ നമുക്ക് നോക്കണം. പിന്നെ ഒരു കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൂടി ഞാൻ ഇതിൻ്റെ കൂടെ അങ്ങ് പറഞ്ഞു പോവാം. ഈ ഫസ്റ്റ് പോയിൻറ്റും കൂടി നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. അതായത് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ കാര്യത്തിലാണ്. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ അയാൾ പേ ചെയ്തിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് എന്ത് ചെയ്യും? ഇൻപുട്ട് ടാക്സ് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? തൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് എൻറ്റിറ്റീസിന് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്നാണല്ലോ നമ്മൾ കണ്ടത്. ഇനി കേട്ടോ, അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു അമെൻമെൻറ്റ് വന്ന എന്താണെന്ന് വെച്ചാൽ എന്താ നോക്കേ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ബൈ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ഇൻ റെസ്പെക്ട് ഓഫ് ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ ഓൺ വിച്ച് ടാക്സ് ഹാസ് ബീൻ പെയ്ഡ് ഓൺ റിവേഴ്സ് ചാർജ് ബേസിസ്. നിങ്ങളൊരു ഇൻ്റർസ്റ്റേറ്റ് പർച്ചേസ് നടത്തി അതിന് RCM ആണ് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് പേ ചെയ്യുന്നുണ്ട്? IGST പേ ചെയ്യുന്നുണ്ട്. ആ പേ ചെയ്ത IGST ആസ് ആൻ ISD നൗ യു ക്യാൻ ഡിസ്ട്രിബ്യൂട്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ബൈ ഇൻസേർട്ടിങ് റെഫറൻസ് ടു സെക്ഷൻ 5(3) or 5(4) ഓഫ് ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആക്ട്. അപ്പോൾ ഒരു ISDക്ക് റിവേഴ്സ് ചാർജ് മെക്കാനിസം വഴി പേ ചെയ്യുന്ന IGST കൂടി ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു പോയിൻ്റ് നോക്കണം. ഞാൻ ആദ്യം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അത്ര പ്രാധാന്യമുള്ള സംഭവം അല്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് പറഞ്ഞിരുന്നത്. ഈ ഒരു കാര്യത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ CGST നിയമത്തിനകത്ത് സെക്ഷൻ 20-ലും 21-ലും ആണ് ഇൻപുട്ട് ടാക്സ് ഡിസ്ട്രിബ്യൂഷൻ ബൈ ISDയെ പറ്റി പറയുന്നത്. അവിടെ ഈ ഒരു കാര്യം കൂടി ഇപ്പോൾ എഴുതി ചേർത്തിട്ടുണ്ട്. ഇത് റിലേറ്റഡ് ആണ്. നോക്കൂ, 20 and 21 are being amended explicitly to provide for distribution of input tax credit by input service distributor in respect of interstate supply on which tax has been paid on reverse charge basis by inserting reference to 5(3) and 5(4) of Integrated Goods and Services Tax Act. In said subsection 20 of Central Goods and Services Tax Act. ഇപ്പോൾ സെക്ഷൻ 20-ലാണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ പറ്റിയും അവരുടെ ITC ഡിസ്ട്രിബ്യൂഷനെ പറ്റിയും പറയുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ നേരത്തെ 9394 എന്നുള്ള ഓഫ് CGST റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ വരുന്ന പേ ചെയ്യുന്ന ഇൻപുട്ട് ടാക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 5(3) 5(4) IGST ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോൾ അതുകൂടി അവിടെ എഴുതി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ IGST കൂടി എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. വേറെ ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ പോയിന്റുകളൊക്കെ അതൊന്നും വലിയ പ്രധാനപ്പെട്ട സംഭവമല്ല. ബാക്കിയെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇതൊക്കെയാണ് നമ്മൾ GSTയിൽ വരുന്ന പ്രധാനപ്പെട്ട വ്യത്യാസം. അതിൽ ഈ ഒരു പോയിന്റ് പ്രത്യേകം ഓർത്തിരിക്കണം. ഏത് ECO സർവീസ് 95 വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് തവണ ഉറപ്പായിട്ടും ചോദിക്കും. ലോക്കൽ ഡെലിവറി സർവീസസ് ത്രൂ ECO. ഇഫ് അൺരജിസ്റ്റേർഡ് ദ ലയബിലിറ്റി വിൽ ബി ഓൺ ECO. അത് ഉറപ്പായിട്ടും വരാം. പിന്നെ എക്സംഷനകത്ത് ഇപ്പോൾ GTAയുടെ ഡെഫിനിഷനകത്ത് വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത് ബൈ റോഡ്, അത് ECO ആണെങ്കിലോ അല്ലെങ്കിൽ ECO ത്രൂ ആണെങ്കിലോ അതിന് നിലവിൽ ഇനി എക്സംഷൻ ഉണ്ടാവില്ല എന്നുള്ള പോയിൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. പിന്നെ ലൈഫ് ഇൻഷുറൻസ് സർവീസ്, ഹെൽത്ത് ഇൻഷുറൻസ് സർവീസിന് നിലവിൽ GST ഇല്ല. ലൈഫ് ഇൻഷുറൻസ് സർവീസ്, ഹെൽത്ത് ഇൻഷുറൻസ് സർവീസിനെ റീഇൻഷുർ ചെയ്യുന്നവർക്കും നിലവിൽ GST ഇല്ല. എക്സംഷൻ ഉണ്ടായിരിക്കും. എക്സംഷൻ ഉണ്ടാകുമെന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. യെസ്. പിന്നെ 9A 14A പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് നമുക്ക് ചോദിക്കാം. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റ്സ്. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്.